അപ്പോൾ ആ ഒരു കാര്യം കൺഫേം ആവുകയാണ് എന്ന ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. 2017 ഓർ 8 ആ ടൈമിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ എക്സാം ആണ് ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം നടന്നത്. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ അതിപ്പോ വരാൻ പോവാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അതായത് നെക്സ്റ്റ് ഇയർ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നേ ഒരു 6 മാസം മുന്നേ എക്സാം നടക്കണം, അതിന് 6 മാസം മുന്നേ നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ളൊരു ചെറിയൊരു ക്ലൂ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാര്യം കൺഫേം ആവുകയാണ്. അതായത് ഈ വരുന്ന ഡിസംബർ 31 ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ കേരള PSC വെബ്സൈറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. സോ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. അതായത് ഇത്ര നാൾ പഠിച്ചതൊക്കെ ഓക്കെയാണ്, കാരണം നമുക്ക് അന്ന് അപ്പോൾ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല, എക്സാം എന്ന് വരും എന്നുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അങ്ങോട്ട് ഉറപ്പിക്കുവാണ് നമ്മൾ. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഡിസംബർ 31 വരും. നമുക്ക് കിട്ടിയ ഒരു ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ചിട്ട് ഡിസംബർ 31 സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരിയിലാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരിക, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോ നമുക്കറിയാം ഇതൊരു ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല. നല്ല രീതിക്ക് വൃത്തിക്ക് ആത്മാർത്ഥമായിട്ട് ആ ഒരു പോസ്റ്റ്, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോ ഈ ഒരു ഏകദേശം കുറെ വേക്കൻസീസ് ഈ വരുന്ന ഡിസംബർ ലാസ്റ്റോട് കൂടി വരുന്നുണ്ട്. അപ്പൊ ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡില് നിങ്ങൾക്ക് കാണാൻ പറ്റും, സെക്കൻഡ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി, അതിന്റെ കൂടെ തന്നെ കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയോനാറ്റോളജി, അതുപോലെ റെസ്പിറേറ്ററി മെഡിസിൻ, അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ്. ഇതെല്ലാം വെയിറ്റ് ചെയ്ത് അക്കാഡമിക്കലി ഈ ഒരു എക്സാം എഴുതണം, അല്ലെങ്കിൽ അക്കാഡമിക്കലി കുറച്ചും കൂടി ഗ്രോ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം കഴിഞ്ഞത് 2022 നടന്നത്. അപ്പൊ അതിനുശേഷം 2017 ഓർ 8 ആ ടൈമിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ എക്സാം ആണ് ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം നടന്നത്. സോ അത്രയും അതിനുശേഷമുള്ള ആൾക്കാർക്ക് എല്ലാം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും, അല്ലെങ്കിൽ അടുത്തൊരു APP അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ എക്സാം വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗസറ്റ് തീയതി ഡിസംബർ 31, 2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 4, 2026. ഫെബ്രുവരി 4, 2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. കൂടുതൽ ഇതിന്റെ ഒരു ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ആ ഒരു കൺഫർമേഷൻ, ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോഴൊരു ഡൗട്ട് നിൽക്കുന്ന കാര്യമാണ് ഫാം ഡിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. സോ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡൗട്ട്സും, നമ്മുടെ മുന്നിലുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം ക്ലിയർ ആവുന്നതാണ്. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പൊ നമ്മുടെ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡെപ്ത് തിയറി ക്ലാസ്സസ്, ഓരോ കൺസെപ്റ്റ് വൈസ് എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, PPT നോട്ട്സ്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ്, ഷുവർ ഷോട്ട്സ്, അതുപോലെ എക്സാം പ്രാക്ടീസ്, വീക്ക്ലി ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റുകളും മന്ത്ലി ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. സോ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. എല്ലാവരും മാക്സിമം ഈ ഒരു എക്സാം എഴുതണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു ഡേറ്റ് മനസ്സിൽ കരുതിക്കോളുക. ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരിക, ഫെബ്രുവരിയിലാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരിക. സോ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻസ് അറ്റ് വെരി ഏർലിയർ സ്റ്റേജ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ, നമ്മുടെ ചുറ്റും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. സോ അവരുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അത്രത്തോളം വേൾഡ് ഡേ ബൈ ഡേ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഒരു സ്റ്റഡി സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, ആ ഒരു ട്രാക്കിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. ഓക്കെ, എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.